ഹീമോഫീലിയ. ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ ബിനൈൻ. അപ്പൊ എന്താണ് ഇപ്പൊ ഒരുപാട് മെഡിക്കൽ ടെർമിനോളജീസും അതേപോലെ ഇനി ആരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് വേഗം നമ്മൾ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾക്ക് കണ്ടന്റീവ് ആയിട്ട് മീൻസ് ഇത്രയും കണ്ടന്റ്സ് ഉള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതല്ല. അപ്പൊ ഒന്ന് നമ്മൾ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ നമ്മൾ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ വീഡിയോ അതുപോലെ അനാട്ടമിയുടെ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാവുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായ മാത്രം പോരാ, വെറുതെ കണ്ടാലും ശരിയാവില്ല. ഇനി ആരാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് വേഗം നമ്മളും ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടൻറ്റീവായിട്ട് മീൻസ് ഇത്രയും കണ്ടൻസ് ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതല്ലേ. അപ്പോൾ ഒന്ന് നമ്മൾ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷൻ ഓണാക്കുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് നിങ്ങൾ അനാട്ടമിയുടെ കാര്യങ്ങൾ അറിയാതെ ബുദ്ധിമുട്ടാണ് കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും, അവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊന്നുമല്ല, നമ്മൾ ഓൾറെഡി മെഡിക്കൽ ടെർമിനോളജീൻ്റെ പാർട്ട് 5 വരെ നമ്മൾ എന്തിലിട്ടുണ്ട്, നമ്മളെ ചാനൽ ഫസ്റ്റിൽ ഒരു 1 ഇയർ ബാക്കിലിട്ടുണ്ട്. അത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 5. ആ വീഡിയോസിനൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇൻഡസ് ടോക്സിൻ്റെ ചാനൽസിൻ്റെ വീഡിയോസിൽ നമ്മൾ പ്ലേലിസ്റ്റൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. മെഡിക്കൽ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലക്ക് ഒരു പാർട്ട് 5 എന്നുള്ള നിലക്കാണ് ഞാൻ ഇടണം. ഇതിൽ നമ്മൾ ടെർമിനോളജീസ് മാത്രമല്ല, കുറച്ച് പാത്തോളജിക്കൽ കണ്ടീഷൻസും കാര്യങ്ങളും, അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ആഗ്രഹം ഉണ്ടാവില്ല എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുക. ഈ പേരിൻ്റെ പേര് ഡോക്ടർ, ഈ അസുഖത്തിൻ്റെ പേര് ഡോക്ടർ പറയുമ്പോൾ നമുക്ക് അറിയണില്ലല്ലോ, മറ്റേ അസുഖത്തിൻ്റെ പേര് ഡോക്ടർ അറിയണില്ലല്ലോ. അപ്പോൾ ഇനി മുതൽ ഈ വേർഡ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണല്ലോ എൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്, ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഇതിനായി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഞാൻ സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. ഹെമിപ്ലീജിയ അതുപോലെ ഹെമിപാരസിസ്. എന്താണ് ഹെമിപ്ലീജിയ? ഹെമിപ്ലീജിയ എന്ന് പറയുന്നത് പാർഷ്യൽ പാരലൈസിസ് ഓഫ് അവർ ബോഡി. നമ്മളെ ബോഡി പകുതി തളരുക. അപ്പോൾ നമ്മളെ ബോഡിയുടെ ഈ പാർട്ട് തളരുക, അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ട് അത് പാരലൈസ് ആവണ ഒരു കണ്ടീഷനാണ് പറയുന്നത് ഹെമിപ്ലീജിയ അല്ലെങ്കിൽ ഹെമിപാരസിസ്. ഇനി അടുത്തത് ഹൈഡ്രോസെഫാലസ്. ഹൈഡ്രോസെഫാലസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ കൺജനറ്റലായിട്ട് ഉണ്ടാവണ ഡിഫോമിറ്റീസ് ആയിരിക്കും. മേ ബി ചില കുട്ടികൾ തലയൊക്കെ ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുകയെന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് ഈ ഹൈഡ്രോസെഫാലസ് എന്ന് പറയുമ്പോൾ അക്യുമുലേഷൻ ഓഫ് ദ അബ്നോർമൽ ഫ്ലൂയിഡ് ഇൻ ദ ബ്രെയിൻ. നമ്മളെ ബ്രെയിനിൽ അബ്നോർമൽ ഫ്ലൂയിഡ് സിറ്റുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് പറയും. ഓക്കെ, അപ്പോൾ അക്യുമുലേഷൻ ഓഫ് ദ അബ്നോർമൽ ഫ്ലൂയിഡ്സ്, അതിൽ അബ്നോർമലായിട്ട് നമ്മൾ ഫ്ലൂയിഡ് ഫില്ലാവുക, കൂടുതലായിട്ട് ഫ്ലൂയിഡ് ഉണ്ടാവുക, ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ഹൈഡ്രോസെഫാലസ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് പാൾസി നമ്മൾ പാരലൈസിസ്, നമ്മൾ പാരലൈസ് ആയി പോവുക, നമ്മൾ തളർന്നു പോവുക, അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനെ പറയണതാണ് പാൾസി എന്ന് പറയും. അതിൽ ഹെമിപാരസിസ് എന്ന് പറഞ്ഞാൽ ഒരു പകുതി, നമ്മളെ ബോഡിയുടെ ഒരു പകുതി പോർഷന് പറയണം. അതേപോലെ എന്താണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു അബ്നോർമൽ ഗ്രോത്താണ് നമ്മൾ ബ്രെയിനിൽ ഉണ്ടാവുന്ന. അതേപോലെ നമ്മളെ മെനിഞ്ചസിലും ബ്രെയിൻ ടിഷ്യൂസും അതേപോലെ മെനിഞ്ചസിലും ഉണ്ടാവുന്ന ഒരു അബ്നോർമൽ ഗ്രോത്തിനെ പറയുന്നതാണ് ബ്രെയിൻ ട്യൂമർ. അതുപോലെ നെക്സ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? നെക്സ്റ്റ് കണ്ടീഷൻ പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് പറയുന്നത്
ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. നമുക്കറിയാലോ എല്ലാവർക്കും നമ്മുടെ ബോഡിയിലുള്ള ഒരു ഗ്ലാൻഡാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അത് ഇൻഫ്ലമേറ്റ് ആവുക, അല്ലെങ്കിൽ അത് സ്വെല്ലിങ് ചെയ്യുക, അല്ലെങ്കിൽ അത് മലയാളത്തിൽ പറയുക അതിനൊരു വീർപ്പ് ഉണ്ടാവുക, അതിൻ്റെ ഒരു കണ്ടീഷനെ പറയുന്നത് പ്രോസ്റ്റേറ്റൈറ്റിസ്. ഓക്കെ. അതുപോലെ നമ്മൾ ഫീമെയിൽസിൽ ഉണ്ടാവുന്ന ഒരു ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാ ഫീമെയിൽസിലും വരുന്ന കണ്ടീഷനാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ ബിനൈൻ ട്യൂമർ ഇൻ ദ യൂട്രസ്. നമ്മൾ യൂട്രസിൽ ഉണ്ടാവുന്ന ചെറിയ ട്യൂമേഴ്സാണ് ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബിനൈനാണ്. ബിനൈൻ എന്ന് പറയുന്നത് എന്താ? ബിനൈനും മാലിഗ്നൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിനൈൻ എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്യാത്ത, അത് ക്യാൻസർ പോലെ വരില്ല. മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡായിട്ട് നമ്മളെ ബോഡീനെ മൊത്തത്തിൽ അത് സ്പ്രെഡ് ചെയ്യണ ഒരു കണ്ടീഷൻ പറയണതാണ് മാലിഗ്നൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിനൈൻ ട്യൂമർ ഇൻ ദ യൂട്രസ് അതിനെ പറയണതാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞത്. അതുപോലെ സെർവിസൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ നമ്മളെ സെർവിക്സ്, നമ്മളെ ബോഡിയിലത്തെ സെർവിക്സിൻ്റെ ഇൻഫ്ലമേഷൻ, അതിൻ്റെ സ്വെല്ലിങ്ങിനെ പറയണതാണ് സെർവിസൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ എന്താണ് വെരിക്കോസീലി പറയണത് എന്തായിരുന്നു? ഇൻഫ്ലമേഷൻ ഓഫ് ദ അല്ലെങ്കിൽ എൻലാർജ്മെൻറ്റ് ഓഫ് ദ വെയിൻസ് ഇൻ ദ സ്ക്രോട്ടം. നമ്മൾ സ്ക്രോട്ടത്തിലുള്ള വെയിൻസ് എൻലാർജ് ചെയ്യുക, കുറച്ചും കൂടി വലുതാവുക, ആ ഒരു കണ്ടീഷനെ പറയണത് എന്താണ്? വെരിക്കോസീലി. ഞാൻ അവസാനമായിട്ട് 2 കണ്ടീഷനും കൂടി പറഞ്ഞുതരാം കേട്ടോ. അടുത്ത കണ്ടീഷൻ പറയണത് എന്തായിരുന്നു? ഹീമോഫീലിയ എന്ന് പറയണത് നമുക്ക് ചിലവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ, അവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ കുറച്ച് ലാഗ് വരും, കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എക്സസീവ് ബ്ലീഡിങ് വരുന്ന ആ ഒരു കണ്ടീഷനെ പറയണതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ലുക്കീമിയ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇൻക്രീസ് ഇൻ WBC, നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുക, ലൂക്കോസൈറ്റ്സ് ആ കൂടണ കണ്ടീഷനെ പറയണതാണ് ലുക്കീമിയ. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ ടെർമിനോളജീസും അതേപോലെ പ്ലസ് ഞാൻ പാത്തോളജിക്കൽ കണ്ടീഷനാണ് കൂടുതൽ പറഞ്ഞത്, കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ് ചാനൽ ഓൾറെഡി പറഞ്ഞ പോലെ ഇൻഡസ് ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പ്ലേലിസ്റ്റ് ഇതുവരെയായിട്ട് എല്ലാ മെഡിക്കൽ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.